മറിയാമിൻ്റെ വിവാഹ നിശ്ചയം. മറിയാമിന് 12 വയസ്സ് തികഞ്ഞു. യഹൂദ പാരമ്പര്യപ്രകാരം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് 12 വയസ്സ് തികയുമ്പോഴാണ്. ദേവാലയത്തിൽ അന്തേവാസികളായ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ദേവാലയത്തിൽ താമസിക്കുവാൻ അനുവാദമില്ല. അവരുടെ വീടുകളിലേക്ക് മടക്കി അയക്കുകയാണ് പതിവ്. അതനുസരിച്ച് മറിയാമിനോടൊപ്പം ഉണ്ടായിരുന്ന പ്രായപൂർത്തിയായ എല്ലാ കന്യകമാരെയും അവരുടെ മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീടുകളിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ മാതാപിതാക്കളുടെ മരണം മൂലം അനാഥയായി തീർന്ന മറിയാം മാത്രം ദേവാലയത്തിൽ അവശേഷിച്ചു. ഈ സാഹചര്യത്തിൽ അവളുടെ ഭാവി സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള ചുമതല മറിയാമിൻ്റെ മാതൃ സഹോദരിയായ എലിസബത്തിലും എലിസബത്തിന്റെ ഭർത്താവും പ്രധാന ആചാര്യനുമായ സക്കറിയായിലും നിക്ഷിപ്തമായി. യഹൂദ ആചാരമനുസരിച്ച് 14 വയസ്സ് തികയുന്ന കന്യകയ്ക്ക് വിവാഹ നിശ്ചയം നടത്തണമെന്ന് നിർബന്ധമുണ്ട്. നിശ്ചയം കഴിഞ്ഞാൽ അതിനെ മാറ്റം വരുത്തുവാനും സാധ്യമായിരുന്നില്ല. വിവാഹ നിശ്ചയത്തിനു ശേഷം 3 വർഷത്തിനുള്ളിൽ വിവാഹം നടത്തിയാൽ മതിയാവും. നിശ്ചയത്തിന് ശേഷം വിവാഹം വരെ പ്രതിസുത വധു സ്വന്തം മാതാപിതാക്കന്മാരുടെ കൂടെയോ അല്ലാത്ത പക്ഷം വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷന്റെ കൂടെയോ താമസിക്കുന്നതിന് സമുദായ നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം മാത്രമേ ഭാര്യാഭർത്തൃബന്ധം അനുവദനീയമായിരുന്നുള്ളൂ. വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരെ ഭാര്യാഭർത്താക്കന്മാർ എന്ന് പറഞ്ഞു വന്നിരുന്നു. മറിയാമിനെയും യൗസേപ്പിനെയും ഭാര്യാഭർത്താക്കന്മാർ എന്ന് സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം ഇതാണ്. മഹാപുരോഹിതനായ സക്കറിയായുടെ നേതൃത്വത്തിൽ മറ്റു പുരോഹിതന്മാരും ആചാര്യന്മാരും മൂപ്പന്മാരും ഒരുമിച്ച് ചേർന്ന് മറിയാമിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിച്ചു. മഹാപ്രധാന ആചാര്യൻ ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കുന്ന മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഇക്കാര്യം സംബന്ധിച്ച് ദൈവത്തോട് ആലോചന നടത്തണമെന്നും ദൈവദൂതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അവൻ തീരുമാനിച്ചു. അതനുസരിച്ച് മഹാചാര്യനായ സക്കറിയ ആരാധനാ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് മറിയാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ കൃപാസനത്തിൽ നിന്നും ബലിപീഠത്തിൽ നിന്നുമായി എല്ലാവരും കേൾക്കെ ഒരു അശരീരി ഉയർന്നു. ഈശായിയുടെ തണ്ടിൽ നിന്ന് ഒരു ചെങ്കോൽ പുറപ്പെടും. അതിൻ്റെ വേരുകളിൽ നിന്ന് ഒരു പുഷ്പമുണ്ടായി വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ കുടിയിരിക്കും. ജ്ഞാനം, വിവേകം, ആലോചന, ശക്തി, അറിവ്, ദൈവഭക്തി, ദൈവഭയം എന്നിവയുടെ ആത്മാവ് കൊണ്ട് അവൻ അറിയപ്പെടും എന്ന യെശയ്യാ ദീർഘദർശിയുടെ ആഹ്വാനമായിരുന്നു അത്. ഈ അവസരത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പ്രധാന ആചാര്യനോട്, നീ ഇസ്രായേലിലെ വിഭാര്യന്മാരായ പുരുഷന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തണം. അവർ ഓരോരുത്തരും അവനവൻ്റെ വടി നിന്റെ അടുക്കൽ വയ്ക്കണം. ആരുടെ വടിയിൽ ദൈവം അടയാളം കാണിക്കുന്നുവോ ആ വടിയുടെ ഉടമസ്ഥന് കന്യക മറിയാമിനെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്ത് അവളെ അവൻ്റെ സംരക്ഷണയിലാക്കണം എന്ന് പറഞ്ഞു. ദൈവദൂതന്റെ അറിയിപ്പ് പ്രകാരം ഈ വിവരം യഹൂദ ദേശത്താകെ വിളംബരം ചെയ്തു. അതിസുന്ദരിയും സൽഗുണസമ്പന്നയും കറപുരളാത്ത ദൈവഭക്തിയുമായ മറിയാമിനെ ഭാര്യയായി ലഭിക്കുവാൻ അനേകം യുവാക്കൾ ആഗ്രഹിച്ചു. വിളംബരമനുസരിച്ച് യഹൂദ ദേശത്തുള്ള വിഭാര്യന്മാരായ പുരുഷന്മാരെല്ലാം യെരുശലേം ദേവാലയത്തിൽ പ്രധാനാചാര്യന്റെ അടുത്ത് വന്നു. ഓരോരുത്തരുടെയും വടികൾ അദ്ദേഹത്തിന്റെ മുൻപാകെ സമർപ്പിച്ചു. പ്രധാന ആചാര്യൻ ആ വടികൾ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം അവയുടെ ഉടമസ്ഥരെ ഏൽപ്പിച്ചു. അവരിൽ മധ്യവയസ്കനായ ഒരാൾ തൻ്റെ വടി തിരികെ വാങ്ങിയപ്പോൾ ആ വടി പുഷ്പിക്കുകയും അതിൽ നിന്ന് ഒരു പ്രാവ് പുറപ്പെട്ട് ഉടമസ്ഥന്റെ തലയിൽ ചെന്നിരിക്കുകയും ചെയ്തു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനും നീതിമാൻ എന്ന് പേര് കേട്ടവനും മരപ്പണി ചെയ്തിരുന്നവനുമായ യൗസേപ്പിനെയാണ് അടയാളത്തിലൂടെ ദൈവം മറിയാമിനു വേണ്ടി കാണിച്ചു കൊടുത്തത്. പ്രധാന ആചാര്യൻ യൗസേപ്പിനെ അടുക്കൽ വിളിച്ചു. യൗസേപ്പേ, ഈ കന്യകയെ നിന്റെ പേർക്കാണ് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത്. നീ അവളെ സൂക്ഷിച്ചു വളർത്തണം. പ്രധാന ആചാര്യന്റെ വാക്കുകൾക്ക് യൗസേപ്പ് ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ വിവാഹിതനും പ്രായപൂർത്തി വന്നിട്ടുള്ള
മക്കളുടെ പിതാവുമാണ്. ഇവളാണെങ്കിൽ അതീവ സുന്ദരിയായ യുവതിയുമാണ്. വല്ല ആപത്തും സംഭവിച്ചാൽ ഞാൻ ഇസ്രായേൽക്കാരുടെ പരിഹാസത്തിന് പാത്രമായേക്കും എന്നോർത്ത് ഭയപ്പെടുന്നു. യോസേഫേ, നീ ദൈവത്തെ മാത്രം ഭയപ്പെടുകയും ദൈവനിശ്ചയത്തിന് വഴങ്ങുകയും ചെയ്യുക. ദൈവത്തെ ധിക്കരിക്കുന്നവർക്ക് മരണമാണ് ഫലം. പ്രധാന ആചാര്യന്റെ വാക്കുകൾ കേട്ട് യോസേഫ് ഭയപ്പെട്ടു. ദൈവഹിതം അങ്ങനെയെങ്കിൽ അവളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ഞാൻ അവളെ സ്വീകരിച്ചു കൊള്ളാം. മറിയാമേ, ദൈവത്തിന്റെ ആലയത്തിൽ നിന്നാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. എൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല. നിന്നെ തനിച്ച് വീട്ടിലാക്കിയിട്ട് വേല ചെയ്യുവാൻ എനിക്ക് പുറത്തു പോകണം. അതിനാൽ ദൈവം തന്നെ നിന്റെ കാവൽക്കാരനായിരിക്കട്ടെ. യോസേഫ് മറിയാമിനെ സ്വീകരിക്കാൻ തയ്യാറായി. ആചാര്യന്മാർ ആചാരപ്രകാരം അവരുടെ വിവാഹ നിശ്ചയം നടത്തി.